ഈ സാം ആറ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ING യൂസ് ചെയ്യണോ വേണ്ടയോ എന്നാണോ നിങ്ങളുടെ കൺഫ്യൂഷൻ? ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ മിക്ക സ്റ്റുഡൻസിൻ്റെ കൺഫ്യൂഷൻ അതാണ്. ഹായ് ഗായ്സ്, എൻ്റെ പേര് നീതു ഫ്രാൻസിസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈസ് ആം ആറിനെ കുറിച്ച്. സോ ഈസ് ആം ആറിനെ നമ്മളൊരു ടു ബി വേർബ് എന്നാണ് പറയുക. ടു ബി വേർബ് എന്ന് വെച്ചാൽ അതൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ്, ആക്ഷൻ അല്ല. ഗ്രാമറിൽ വേർബ് എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ ആവാം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആവാം. അപ്പം ഈ വീഡിയോയിൽ ഈസ് ആം ആറിനെ കുറിച്ച് പറയുമ്പം അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. സോ ഈസ് ആം ആർ നമ്മൾ രണ്ട് ടെൻസിലാണ് യൂസ് ചെയ്യുക. ഒന്ന് പ്രസൻറ്റ് ടെൻസിലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലും. പ്രസൻറ്റ് ടെൻസിൽ ഈസ് ആൻഡ് ആർ ഡോണ്ട് ജസ്റ്റ് ഷോ ആക്ഷൻ, ദേ ടെൽ ഹൗ സമ്മൺ ഈസ് ആൻഡ് വാട്ട് ദേ ആർ. ഹൗ സമ്മൺ ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി, അവർ ഏത് സ്റ്റേറ്റിലാണുള്ളത്, അവർ സങ്കടത്തിലാണോ, അവർ വിഷമത്തിലാണോ, അവർ ഹാപ്പി ആണോ. പിന്നെ വാട്ട് ദേ ആർ എന്ന് വെച്ച് കഴിയുമ്പം അവരുടെ ഐഡൻറ്റിറ്റി. പ്രസൻറ്റ് ടെൻസിൽ ഇതിൽ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഈസ് ആൻഡ് ആർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് പറയാം. നൗൺ എന്ന് പറയുമ്പം ഐഡൻറ്റിറ്റി ആണ്, ഒരാളുടെ എന്താണ് ചെയ്യണത്, അയാളുടെ ഡോക്ടറാണോ, നേഴ്സാണോ, ഒരു സൈക്കാട്രിസ്റ്റ് ആണോ. സ്ഥിതി എന്ന് പറയുമ്പോഴാണ് അഡ്ജക്റ്റീവ് വരിക. ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഐ ആം ഹാപ്പി. ഹാപ്പി എന്ന് പറയണത് ഒരു സ്റ്റേറ്റാണ്, ഒരു സ്ഥിതി. അതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയാം. പിന്നെ ഷീ ഇസ് എ ടീച്ചർ. ടീച്ചർ എന്ന് പറയണത് ഒരാളുടെ ഐഡൻറ്റിറ്റിയാണ്, അപ്പോൾ അത് നൗണാണ്. ദേ ആർ റെഡി. റെഡി എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ്, അത് അഡ്ജക്റ്റീവ് ആണ്. സോ പ്രസൻറ്റ് ടെൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ഷൻ പറയുന്നില്ല, they just tell how someone is and what they are. Present continuous tenseലാണ് നമ്മൾ ആക്ഷൻ യൂസ് ചെയ്യുക. സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് വേർബ് ING. സോ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് സെൻറ്റൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഐ ആം ഈറ്റിംഗ്. ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, അവിടെ ആക്ഷൻ വന്നു കണ്ടോ. ഷീ ഇസ് കുക്കിംഗ്. ദേ ആർ പ്ലേയിങ്. ഇതെപ്പോഴും നിങ്ങൾ മൈൻഡിൽ വെക്കുക. പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ സ്റ്റേറ്റ് ആണ് പറയുക, സ്ഥിതിയാണ് പറയുക. ബട്ട് കണ്ടിന്യൂസ് ടെൻസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ING വെച്ചിട്ട് നിങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ നിങ്ങൾക്ക് പറയാം. സോ ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ഐ ആം ടയേർഡ് എന്ന് പറയുമ്പം അതൊരു കണ്ടീഷനാണ് പറയുന്നത്. ഐ ആം റണ്ണിങ് എന്ന് പറയുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷനാണ്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായോ? ഒരെണ്ണത്തിൽ ING ഉണ്ട്, ഒരെണ്ണത്തിൽ ING ഇല്ല, ഒരു സ്ഥിതിയാണുള്ളത് പ്രസൻറ്റ് ടെൻസിൽ. അപ്പോൾ നിങ്ങൾ മറക്കരുത്, ഈസ് ആം ആർ പ്രസൻറ്റ് ടെൻസിലും കണ്ടിന്യൂസ് ടെൻസിലും യൂസ് ചെയ്യും. പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യണത് ഒരു സ്റ്റേറ്റാണ്, ഒരു സ്ഥിതിയിലാണ്. കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യണത് ആക്ഷൻ ഹാപ്പനിങ് നൗ. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അത് നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ആൻസർ അവിടെ മെൻഷൻ ചെയ്യണം. ആദ്യത്തെ ക്വിസാണ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഷീ ഡാഷ് ടയേർഡ്. എന്താ വരിക? അടുത്തതാണ് ദേ ഡാഷ് പ്ലേയിങ്. പിന്നെ ഐ ഡാഷ് എ സ്റ്റുഡൻറ്റ്. നിങ്ങളപ്പോൾ കോമൻറ്റ് ബോക്സിൽ ആൻസർ മെൻഷൻ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിവിടെ ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷൻ്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ താല്പര്യമുള്ളവർ വേഗം എന്നെ കോൺടാക്റ്റ് ചെയ്യുക.